ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 മത്തായി 7:9. മകൻ അപ്പം ചോദിച്ചാൽ പറഞ്ഞ മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്താ? നിങ്ങൾ ഉടമ്പടി എന്താണ് വെച്ചിരിക്കുന്നത് അത് അതുപോലെ തരുമെന്നല്ലേ? സിമ്പിളല്ലേ? മകൻ അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? ഇപ്പം നിങ്ങൾ ജപ്തി നടപടി മാറാമെന്ന് എഴുതി വെച്ചിരിക്കണം അതിൻ്റെ അകത്ത്. ദൈവം അത് തന്നെ ചെയ്യും, ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഇനി ഈ വാഗ്ദാനം നിങ്ങൾക്ക് തന്നെ കണ്ടകോടാരി ആവുമെങ്കിൽ മാത്രമേ ദൈവം അത് മാറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ വസ്തു വിൽക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കണത് എൻ്റെ അകത്ത്, അല്ലെങ്കിൽ മകൻ്റെ കല്യാണമായിരിക്കും എഴുതി വെച്ചിരിക്കണത്. അത് അതുപോലെ തന്നെ നടക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇനി അത് നിങ്ങൾക്ക് കണ്ടകോടാരി ആകണമെന്നുണ്ടെങ്കിൽ ദൈവസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനേക്കാൾ നല്ലത് അതാണ് മക്കൾക്ക് നല്ല ദാനങ്ങളെന്നാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഉടമ്പടി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് 150% വിശ്വസിക്കാം. അതെപ്പോഴും ഓർത്തേക്കണം. ഉടമ്പടി നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സൗമ്യയെ ദൈവം ഇപ്പം ഇങ്ങനെ സൗമ്യയുടെ ആ സിറ്റുവേഷനൊക്കെ മനസ്സിലായില്ലേ? സൗമ്യയിലേക്ക് ദൈവം ഇനി ഇവളെ തിരിച്ചു കൊണ്ടുവരുന്ന രീതി കൊണ്ട് അത് ഭയങ്കര രസമാണ്. ആദ്യം തന്നെ കൊണ്ടുവന്ന് ഒരു കൃപാസനം പത്രം കൊടുക്കുമ്പോൾ സൗമ്യ പറയും, ഇത് ഞാനുമായിട്ടത്ര എനിക്കതൊന്നും താല്പര്യമുള്ള ആളല്ല. എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഇതിങ്ങനെ കൊടുക്കുകയും അപ്പോൾ ഈ സാക്ഷ്യം അതിലൊക്കെ എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയും. ആദ്യം ഇങ്ങനെ പറയും. പക്ഷെ ദൈവത്തോട് ഇങ്ങനെ മറുതലിച്ചാലും ദൈവം പക്ഷേ ഇവനെ ഫോളോ ചെയ്യും. അതാണ് രസം. എന്നിട്ട് അവൾ പറയും, എടി നിനക്ക് ഉറക്കമില്ലല്ലോ. അതാണ് ഞാൻ കൂട്ടുകാരത്തെയാണ് പറയണത്. എടി നിനക്ക് ഉറക്കമില്ലല്ലോ, എത്രയോ നാളാ നീ ഉറങ്ങിയിട്ട്. അപ്പോൾ ഇത് തമ്മിൽ ഇപ്പം നമ്മുടെ ഒത്തിരി യുക്തിവാദികളൊക്കെ ആൾക്കാർ നമ്മളെ ആക്ഷേപിച്ചില്ലേ, പത്രം തലയൊക്കെ വെച്ചതൊക്കെ. അല്ല, പത്രം അരച്ച് കലക്കിയെന്നൊക്കെ പറഞ്ഞാണ് കളി. അത് നടക്കാത്ത കാര്യമാണ്. നമ്മളിവിടെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോപിച്ചാൽ, പക്ഷെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോപിച്ചൊന്നും ജനമൊന്നും ഏറ്റെടുത്തിട്ടില്ല. ജനം ഏറ്റെടുത്തെങ്കിൽ റാലിക്ക് 5 ലക്ഷവും മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ദിവസം 2 ലക്ഷം വരുക. അതാണ് വിഷയം. ഇപ്പം ജനങ്ങളെ നയിക്കണത് എന്താ? ആശയങ്ങളെക്കാൾ ഉപരി അനുഭവങ്ങളാണ് നയിക്കണത്. കൃപാസന മാതാവ് അവർക്കെന്താണെന്നുള്ളതാണ്. അവർക്കെന്താണ് ഇപ്പം നോക്കിയേ, സൗമ്യയുടെ കാര്യം തന്നെ നോക്കിയേ. സൗമ്യ എങ്കിലും മനസ്സോടെ പത്രം വാങ്ങിക്കും. പത്രം വാങ്ങിച്ചിട്ട് രാത്രിയാകുമ്പോൾ ഇവക്ക് ഉറക്കമില്ല. കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് ആദ്യം കൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവക്ക് വേറൊരു മാർഗമില്ല. ഇവൾ പത്രം പിടിച്ചിട്ട് പറയും, അമ്മേ ഞാൻ ഉറങ്ങണമെങ്കിൽ ഇന്ന് എന്നെ ഉറക്കണമെന്ന് പറയും. ഞാൻ ഉറങ്ങിയിട്ട് 6 മാസമായി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൾ ഉറങ്ങി.
അതാ ഇവിടെ പറഞ്ഞത്, അതാണ് എൻ്റെ ആദ്യ ദൈവാനുഭവം എന്ന്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. എത്രയോ മാസങ്ങളായിട്ട് വേദന കൊണ്ട് തിളച്ച് മറിയുന്ന ഹൃദയമാണ്. അപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ കൊടുക്കുന്നത് കർത്താവിൻ്റെ മാതാവിൻ്റെ കയ്യിൽ ആ വേദനപ്പെട്ടവരെ നിങ്ങൾ പിടിപ്പിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം പോലെ, അതായത് സുവിശേഷ വേല പോലെ ലോകത്തൊരുന്നുമില്ല ശരിക്കും പറഞ്ഞു. സുനിത മക്കളെ ഹല്ലേലൂയ. കൈയും കാലുമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഈ ആരാധനയിലൂടെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് അയക്കണമേ. സുവിശേഷ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം ദൈവമേ, ആരാധന. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യസ് 9:16 എടുത്തേ. ഒന്ന് കൊരിന്ത്യസ് 9:16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പം ഈ കടമയാണ് നമ്മൾ ചെയ്യണത്. അപ്പം എപ്പോഴും ഓർത്തേക്കണം, മറ്റു മനുഷ്യരെ അവരുടെ വേദനകളിലെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് കടമയുണ്ടെങ്കിൽ ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ കടമ എന്താണ്? ക്രിസ്തുവിനെ കൈമാറാനുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. ഇപ്പം ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ നമുക്കങ്ങനെ ഒരു പ്രോജക്റ്റുണ്ട്. നമുക്ക് 3 സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ നമുക്ക് തന്നതാണ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ വീട് വെച്ച് കൊടുക്കും ആൾക്കാർക്ക്. നമ്മൾ അതിനുവേണ്ടി ആ സ്ഥലം ഒന്ന് തരാൻ മാറ്റാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ്ങാണ്. പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു മനുഷ്യന് നമുക്ക് വീട് വെച്ച് കൊടുക്കുക, അത് റോട്ടറി ക്ലബ്ബുകാർക്ക് നടക്കും, ലയൺസ് ക്ലബ്ബുകാർക്ക് നടക്കും, ലോകത്തെ എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളാണത്. പക്ഷെ ക്രിസ്തുവിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തു നമ്മുടേക്ക് വേണം. കാശ് നമുക്കുണ്ടാകും, പക്ഷെ ക്രിസ്തു ഉണ്ടാകണത് അതിനേക്കാൾ വലിയ കാര്യമാണ്. കാര്യം ക്രിസ്തു തീരുമാനിക്കണത്. കാശുണ്ടാക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചാലും നല്ലവണ്ണം ബിസിനസ് ചെയ്താലും കാശുണ്ടാകും. ക്രിസ്തു നമുക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തു തീരുമാനിക്കണം. ക്രിസ്തു തീരുമാനിക്കണം എന്താണ്? നമ്മൾക്ക് ക്രിസ്തുവിനെ കൂടെ നിർത്താൻ പറ്റുന്ന ആളാണ് നമ്മളെന്നുള്ളത് ക്രിസ്തുവിനും തോന്നണം. എന്നാൽ മാത്രമേ കൈമാറ്റം നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൊടുത്തതിന് തുല്യമാവും. എന്താ കാര്യം? അവൻ ക്രിസ്തു ഏത് കാലാവസ്ഥയിലും, അതായത് സകല വാഗ്ദാനങ്ങളും അല്ലേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, സഞ്ചാരി മാതാവേ, അമ്മയുടെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. 12 ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ആൾത്തരയിൽ ആദ്യമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിന് ക്ഷമിക്കണം, മാപ്പ് തരണം, എനിക്ക് താമസിച്ചതിന്. എൻ്റെ പേര് ആനന്ദവല്ലി. ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്കവിടെ ബിസിനസ്സാണ്. പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യമാണ് ഉണ്ടാക്കുന്നത്.
ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആദ്യമായിട്ട് വന്നാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. 2019 ഏപ്രിൽ മാസം 17-ാം തീയതി വന്ന് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി നിബന്ധനകളെല്ലാം നല്ലതുപോലെ പാലിച്ച് മുമ്പോട്ട് പോയി. ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിൽ പോയി. 3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഹൈന്ദവർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് സിസ്റ്റർ പറഞ്ഞു. അത് കാരണം ഉടമ്പടി പുതുക്കാതെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ ഉടനെ കോവിഡ് വന്ന് കമ്പനികൾക്കുമൊക്കെ വലിയ പ്രശ്നങ്ങളായി. 3 മാസത്തോളം കമ്പനിയെല്ലാം അടച്ചിടേണ്ടി വന്നു, ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാം. എന്നിട്ടും ഞങ്ങളുടെ സ്റ്റാഫിനൊക്കെ സാലറി കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. ഇത്രയും മാസങ്ങളും നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. അത് 2018-ലോ 17-ലോ എന്ന് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ബിസിനസ്മെൻ എന്നുള്ള അവാർഡ് എൻ്റെ ഹസ്ബൻഡിന് കിട്ടി. ഡൽഹിയിൽ പോയി ഞങ്ങളത് വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കമ്പനി നല്ലതുപോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നിർഭാഗ്യവശാൽ എൻ്റെ ഹസ്ബൻഡിന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഞാനും എൻ്റെ മകനും മാത്രമേ ഉള്ളൂ. പിന്നെ അവനും ഞങ്ങളുടെ ജോയിൻറ്റ് ഫാമിലിയിലാണ്, ജോയിൻറ്റ് ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോനും ഇത്ര വലിയ അതിനെപ്പറ്റിയുള്ള ഇതില്ലായിരുന്നു. ഞാനും മോനും കമ്പനിയിലിരുന്നുള്ള ജോലിയും ഹസ്ബൻഡ് വെളിയിൽ പോയി ടെക്നിക്കലും അങ്ങനെയുള്ള ഓർഡർ പിടിക്കുകയും അതൊക്കെയായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി. അതായിരുന്നു. പക്ഷേ ഈ കാര്യത്താൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതിനാൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. പോരായിട്ട് കോവിഡ്, കമ്പനി അടച്ചിട്ടു, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. നല്ലൊരു എമൗണ്ട് എൻ്റെ ഹസ്ബൻഡിന് കിട്ടാനുള്ള പല കമ്പനികളിൽ നിന്ന്. പക്ഷേ 2-3 കമ്പനികളൊക്കെ അടച്ചിടേണ്ടി വന്നു. അത് കാരണം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കമ്പനി, ഗുജറാത്തിൽ തന്നെ ഉള്ള കമ്പനിയിൽ ഒരു നല്ല എമൗണ്ട് അവർ തരാനുണ്ട്. ഞാനും മോനും പല പ്രാവശ്യം കയറി ഇറങ്ങി, പക്ഷേ ഞങ്ങൾക്കത് തന്നില്ല ആരും. അപ്പം എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, മമ്മി ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല, നമ്മളത് മറന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ ഉടമ്പടി വസ്തുക്കളുമൊക്കെ എടുത്ത് ആ കമ്പനിയിൽ പോയിട്ട് ഞങ്ങളെ കാണുമ്പോഴേ ഗേറ്റിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് പറയും, ഇന്ന ആൾ വരുന്നുണ്ട്, ഞാനില്ല എന്ന് പറഞ്ഞേക്കണമെന്ന് അവർ പറയും. പക്ഷേ ആ ദിവസം അവിടുത്തെ സ്റ്റാഫിനെ കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഓണർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി ഓണറിനെ കണ്ടു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം എനിക്ക് കിട്ടാനുള്ളതിൻ്റെ പകുതി രൂപ ചെക്കായിട്ട് എനിക്ക് തരികയും ചെയ്തു. അമ്മയും ഈശോയും മേടിച്ചു തന്നതാണിത്, അല്ലാതെ ഞങ്ങൾക്കത് കിട്ടാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെയാണ് കമ്പനിയിലെ കാര്യങ്ങൾ. ഇതൊക്കെയാണ്. പിന്നെ കമ്പനിയിലെ സ്റ്റാഫുകൾ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഒത്തിരി ദ്രോഹങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ചെയ്തു. അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്ന് കമ്പനിയിലെ ഓർഡറുകളൊക്കെ വാങ്ങിച്ച് പ്രത്യേകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് കമ്പനിയിൽ ഓർഡർ കിട്ടാതായി. പക്ഷേ ഈശോയും അമ്മയും ഞാൻ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു. അമ്മയെ ഞങ്ങൾക്ക് പഴയതുപോലെ തന്നെ, എൻ്റെ ഹസ്ബൻഡ് ഉള്ളതുപോലെ തന്നെ എല്ലാ ഓർഡറുകളും ഞങ്ങൾക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ചില ഓർഡറുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി, ചിലതൊക്കെ മറ്റുള്ളവരെ തട്ടിക്കൊണ്ടുപോയെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ളത് അമ്മ തരുന്നു. ഇപ്പോഴും ഓർഡറുകൾ കിട്ടുന്നുണ്ട്. എൻ്റെ മോനാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. 3 മാസം കൂടുമ്പം ഞാനിവിടെ വരും ഉടമ്പടി പുതുക്കാൻ. ആ കൂട്ടത്തിൽ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്നിട്ട് പോകും. ഇപ്പം 2 ദിവസത്തേക്കും ഗുജറാത്തിലോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഹസ്ബൻഡാണേ നല്ലൊരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ആരുടെയും ദുഃഖം താങ്ങാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഗുജറാത്തിലുള്ള ഒരു ഫാമിലിയുടെ ഒരു കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണം ഭംഗിയായി നടത്തി കൊടുത്തു. അതിലൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അവരെടുത്ത അതെല്ലാം വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു മനസ്സുള്ള മനുഷ്യനാണ്. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് അമ്മയുടെ നല്ല നല്ല അനുഗ്രഹങ്ങളുള്ളതുകൊണ്ട് എപ്പം പോയാലും അമ്മയും ഈശോയെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് പോകാറുള്ളത്. അമ്മയുടെ കൃപയാൽ ഞങ്ങൾ നടന്നു പോകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കറിയും. ഈശോയും അമ്മയും ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ എന്തിനു പേടിക്കുന്നു? ഇതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. കമ്പനി ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്.
ഓൾ ഓവർ ഇന്ത്യയിലുള്ള വർക്കുകൾ കിട്ടുന്നുണ്ട്. മോനാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. ഞാനതിനൊരു സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കമ്പനി എൻ്റെ പേരിലാണ്, പ്രൊപ്പറേറ്റർഷിപ്പാണ്, ഞാനാണ് കമ്പനി നടത്തുന്നത്. അങ്ങനെ ഹസ്ബൻഡ് ഉള്ളതുപോലുള്ള ഇതില്ലായെങ്കിലും ഒരുമാതിരിയൊക്കെ നടക്കുന്നു, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഈ ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഓർഡറുകൾ എടുത്ത് അവർ തന്നെ ചെയ്യുന്നത് കൊണ്ടേ വളരെ ലാഭത്തിൽ വില കുറച്ച് അവർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും ഓർഡർ കിട്ടുന്നില്ല ഇപ്പം. അങ്ങനെയാണ്. എന്നാലും നടക്കുന്നു, 1-2 പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ തന്നെ 1-2 നടക്കുന്നുണ്ട്. അമ്മയും ഈശോയും ഒരുപാട് നല്ല കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ട്. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് 2 മണി സമയമായി. ഞാൻ ഹാളിലോട്ട് വന്ന സമയത്ത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഞാൻ ശരിക്കും കണ്ടതാണ് ഈശോയും അമ്മയും. 2 പേരെയും ഒരു സെക്കൻഡ് ഞാൻ കണ്ടുവെങ്കിലും പിന്നീട് എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അന്ന് രാത്രി കടന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ഈ അമ്മയും ഈശോയെ ഇങ്ങനെ കാണാനിടയായത്. അങ്ങനെ ആലോചിച്ച് നേരം വെളുപ്പിച്ചു. നേരം വെളുത്ത് 5 മണിയാകുമ്പോഴേ കുളിച്ച് 5:30 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക്, അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും ഞാൻ. അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പം ഞാൻ വിചാരിച്ച്, എന്നാൽ അമ്മയും ഈശോയ്ക്കും ആദ്യമായിട്ട് അവർക്ക് ആഹാരം, ഞാൻ കുടിക്കുന്ന വെള്ളമാണേലും ആഹാരമാണേലും ആദ്യമേ അമ്മയ്ക്കും ഈശോയ്ക്കും ഓരോ പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ വെക്കാറുണ്ട്. അത് കഴിഞ്ഞ ശേഷമേ ഞാൻ ആഹാരം പോലും കഴിക്കാറുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു പോകുന്നു. ഞാൻ നാട്ടിൽ വരുമ്പോഴും ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഈശോയുടെ അമ്മയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ ഈശോയെയും അമ്മയെയും കാണാറുണ്ട്. കൂടാതെ തിരുഹൃദയം മിക്കവാറും കാണാറുണ്ട്. ഇത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, 60 പേരുണ്ട് അതിനകത്ത്. സഞ്ചാരി മാതാവ് എന്ന ഗ്രൂപ്പാണ്. അതിൽ അഡ്മിൻ പ്രസന്ന എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഞാൻ അവർക്ക് എല്ലാ കാര്യങ്ങളും, ഇങ്ങനെ എനിക്ക് അത്ഭുതങ്ങൾ കാണുമ്പം ഞാൻ എല്ലാം അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ പറഞ്ഞു, അമ്മയുടെ കൂടെ ഉണ്ട്, ഈശോയും അമ്മയും അമ്മയുടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പോയിട്ടും ഇത്രയും ഞാൻ നല്ല രീതിയിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്നു. എല്ലാവരും വന്ന് ചോദിക്കും, ഇനി എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുമെന്ന്. പക്ഷേ ഞാൻ പറയും, ഈശോയും അമ്മയും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് കൊണ്ട് നടക്കുന്നതെന്ന്. പിന്നീട് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എൻ്റെ തലമുടി മുഴുവനും ഊരിപ്പോയി, മൊട്ടയായി. എല്ലാവരും കാണുന്നൊരു, അയ്യോ ചേച്ചിയുടെ മുടി എങ്ങനെ പോയി, അല്ലെ അമ്മയുടെ മുടി എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ വയസ്സിലും, 70 വയസ്സായി എനിക്ക്, ഈ വയസ്സിലും ഞാൻ ഇങ്ങനെ അമ്മയുടെ ആ ഉടമ്പടി തൈലം പുരട്ടിയാണ് എനിക്ക് ഇത്രയും മുടി വന്നത്. അറിയാമോ, ഒട്ടും മുടിയില്ലായിരുന്നു, ഞാൻ മൊട്ടയായിരുന്നതാണ്. എനിക്ക് അമ്മ തന്നതാണ് ഈ മുടി, രണ്ടാമത് തന്നതാണ് ഈ മുടി. അങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ, ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുമായിരുന്നു. പോയി പത്രം കൊടുക്കാൻ പോകും. ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്കുള്ള സഹായങ്ങളും ചെയ്യാറുണ്ട്. ചില ആൾക്കാരൊക്കെ എന്നെ കാണുമ്പം പറയും, അമ്മേ മേളിൽ എമർജൻസി വാർഡിൽ അവരെന്നെ കൊണ്ടുപോയിട്ട് പിന്നെ കാശുരൂപ, ഉപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇതെല്ലാം ഞാൻ കൊടുക്കും. അവർക്ക് കൊടുത്ത് അവർ പറയും, പ്രാർത്ഥിക്കാൻ പറയും. അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, സുഖപ്പെടുമെന്ന് അവർ പറയാറുണ്ട്. ചിലരൊക്കെ എനിക്ക് ഫോൺ ചെയ്തും പറയും, അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് സുഖപ്പെട്ടു എന്ന്. ഞാനല്ല, എൻ്റെ ഈശോയും അമ്മയാണ് അവരെ സുഖപ്പെടുത്തിയെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. പിന്നെ ഇവിടെ ആലപ്പുഴ പുന്നപ്ര എന്ന് പറഞ്ഞ ശാന്തിഭവൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാ മാസവും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൈസ ഓൺലൈനായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ്ട് വരുമ്പോൾ ഒരു ദിവസത്തെ അവിടുത്തെ ആഹാരത്തിനുള്ള പൈസ തലേ ദിവസമേ കൊണ്ടു കൊടുക്കും. അവരതെല്ലാം ആക്കിയിട്ട് ഞങ്ങളെ അറിയിക്കും. ഞാനും മകനും കുടുംബവും അവിടെ പോയിരുന്ന് അവർക്ക് വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ ആഹാരം കഴിക്കാറുള്ളത്. അങ്ങനെ ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കൂടാതെ ഓഫീസിൽ പോകുന്ന വഴിക്കും
രണ്ട് ആൾക്കാർ, അബ്നോർമലായിട്ടുള്ള 2 ആൾക്കാരാണ്. അവർക്ക് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഞങ്ങളുടെ കൂടെ തന്നെ പൊതി കെട്ടി അവർക്കും കൊണ്ടു കൊടുക്കാറുണ്ട്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ താമസിച്ചാൽ അവർ എന്താ താമസിച്ചത് എന്ന് ചോദിക്കാറുണ്ട് എന്നോട്. അങ്ങനെ അവർക്ക് കൊടുക്കും. പിന്നെ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക്, അനാഥ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, കിറ്റ്, ഇതെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം, പേപ്പർ, ഇതാണ് പത്രം കൊടുക്കാറുണ്ട്. പത്രം ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. ചില ആൾക്കാർ വാങ്ങിക്കാറില്ല, ചിലർ വാങ്ങിക്കും. പിന്നെ അവർ പറയും, നിങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഇതുകൊണ്ട് നടക്കാൻ നാണമില്ലേ, ഒരു ഹിന്ദുവായിട്ടും കൂടെ നിങ്ങളെന്തുവാ ഇതും കൊണ്ട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയും, അപ്പോഴും പറയുന്നത് അമ്മയോട് ഈശോയോടും, അമ്മയെ അവർ പറയുന്നതിന് അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ട, ബാക്കിയുള്ളവർക്ക് കൊടുക്കും. ചില ആൾക്കാരൊക്കെ 1, 2, 3 ഒക്കെ പത്രം വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. ചിലർ വാങ്ങിക്കാറുമില്ല. പക്ഷേ അന്ന് അമ്മയെ സാക്ഷ്യപ്പെടുത്തിയാണല്ലോ നമ്മളീ കൊടുക്കുന്നതൊക്കെ. അങ്ങനെ പിന്നെ ഫിലിപ്പി 4:19 എന്നുള്ള തിരുവചനം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതുപോലെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയും ഈശോയും നടത്തി തരുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വലിയ സാക്ഷ്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ജപമാല, അഖണ്ഡ ജപമാല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. 3 മണി മുതൽ 11 മണി വരെ ഗ്രൂപ്പിൽ ഉണ്ട്. 11 മണിക്ക് കുരിശിൻ്റെ വഴി ചൊല്ലിയാണ് അവസാനിപ്പിക്കുന്നത്. ദിവസവും ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രസന്ന എന്ന് പറഞ്ഞൊരു ആളാണ് ഇതിൻ്റെ അഡ്മിനായിട്ടുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഇനിയും മുമ്പോട്ട് പോകാൻ അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫച്ചനും ആയുസ്സും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് മാത്രമല്ല, അച്ഛനുമായിട്ട് ഇടപെടുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അമ്മയും ഈശോയും കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും ഞാൻ 3 മാസം കഴിയുമ്പം വരും. അപ്പോഴും എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ ചെയ്തു തരാനുണ്ട്. അതൊക്കെ പെൻഡിങ്ങിലാണ്. ചെയ്തു കഴിഞ്ഞ് ഇതെല്ലാം വന്ന് ഞാൻ വലിയ സാക്ഷ്യം പറയുന്നതായിരിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ആമേൻ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിൽക്കാൻ എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഒന്നാമതായി എൻ്റെ പേര് റീന. ഞാൻ കുറുമുള്ളൂർ നിന്ന് വരുന്നു. സെൻറ്റ് മേരീൻസ് പാറേപ്പള്ളി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ കോട്ടയം ജില്ലയിലാണ്. എൻ്റെ പേര്, ഹസ്ബൻഡിൻ്റെ പേര് ജോസഫ് എന്ന്. ഒന്നാമത്തെ സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ വീട് ജപ്തിയായി പോയതാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 10/6/2024 എനിക്ക് ഒരു 2 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ആ ലോണ് അടയ്ക്കാൻ പറ്റാതെ വന്ന് ഒരു 8 ലക്ഷം രൂപയോളം എനിക്ക് അടയ്ക്കാൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് അടയ്ക്കാൻ സാധിച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ ജപ്തിയായി പോയി എന്നും പറഞ്ഞ് പത്രത്തിലെല്ലാം പരസ്യം വന്നതാണ്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കുറേ ദിവസങ്ങളോളം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതറിയുന്നത്. അവർക്ക് 4 ദിവസത്തെ ബാങ്കിന് അവധി ഉണ്ടായിരുന്ന കാരണമാണ് അവർ ബാങ്കുകാർ എഴുതിയെടുക്കാൻ പറ്റാതെ പോയത്. അത് കാരണം ഇപ്പം വന്ന് അന്വേഷിച്ച് നന്നായി പിന്നെ എന്നെ ഒത്തിരി സെക്രട്ടറി സാർ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് 8 ലക്ഷത്തിൽ നിന്നും എനിക്ക് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഞാൻ സാറിനോട് കരഞ്ഞു പറഞ്ഞു, സാറ് എങ്ങനെയെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എങ്ങനെയാണേലും ഒരു 5 അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ എനിക്ക് ഒരു നിവൃത്തിയില്ല, എൻ്റെ കാതിലിടാൻ എനിക്കൊരു കമ്മൽ പോലുമില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഞാനിത് അടയ്ക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നോട് പറഞ്ഞു, ഒരാഴ്ചത്തെ അവധിയെ നിനക്ക് ഞാൻ തരുള്ളൂ, നീ ഇതിനോടകം ചെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തു വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ്, അപ്പം അവർ ലിങ്കേജ് ലോൺ അനുവദിച്ച് എടുക്കാമെന്നും പറഞ്ഞ് എല്ലാവരോടും കൂടി പറഞ്ഞ് അങ്ങനെ 3 ലക്ഷം രൂപ എനിക്കൊരു ലിങ്കേജ് ലോൺ കിട്ടി. ഞാൻ അതുമായി എൻ്റെ മാതാവിൻ്റെ കാശ് രൂപവും
മാതാവിൻ്റെ ഉപ്പും കൊണ്ടുപോയി ബാങ്കിലിട്ട് പ്രാർത്ഥിച്ച്, അമ്മേ എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും വിടുതൽ നീ തരണം, ഞാനിവിടുന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ് എനിക്കുണ്ടാകുന്നതെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവണം, ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞാണ് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ബാങ്കിൽ ചെന്ന് ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ശ്വാസപ്രമാണം ചൊല്ലി ഈ ഉപ്പിട്ട് ബാങ്കിന് മേളിൽ കയറിയപ്പോഴും ഞാൻ അവിടെ ഇട്ട് പ്രാർത്ഥിച്ച് സാറിനെ കണ്ട് ഈ 3 ലക്ഷം രൂപ സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇതേ എനിക്ക് നിവൃത്തിയുള്ളൂ, ഇതിൽ നിന്നും എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം, ഇല്ലെങ്കിൽ ഇതിന് പോകും വഴി എന്തേലും എനിക്ക് ചെയ്യാനോ ഒന്നും മാർഗമില്ല, ഒരു പണയം വയ്ക്കാനോ ഒന്നും എനിക്കില്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് തീർപ്പാക്കി തരണമെന്നും പറഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞ് ബോർഡ് മെമ്പറെ കണ്ട് പറയാൻ പറഞ്ഞ്, അങ്ങനെ ബോർഡ് മെമ്പർ ഒരു അപേക്ഷ തന്ന് ആ അപേക്ഷയെല്ലാം കൊണ്ടു കൊടുത്ത് ഈ 3 ലക്ഷം രൂപയ്ക്കകത്ത് എനിക്ക് ഈ വീട് ജപ്തിയായത് എനിക്ക് തിരിച്ചെഴുതി തരാമെന്ന് അവർ വാക്ക് പറഞ്ഞു. 8 ലക്ഷം രൂപയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രം, കൃപ കൊണ്ട് മാത്രം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. ഞാൻ ഒന്നും അല്ലാത്ത ഒരാളായിരുന്നു. ആ വീട് എനിക്കിന്ന് തിരിച്ച് കിട്ടിയതിൻ്റെ ആധാരമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ള സാക്ഷ്യം ഇതായിരുന്നു. പിന്നെ രണ്ടാമത് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് എനിക്ക് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒന്നും വയ്യാത്തൊരു അവസ്ഥയായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഈ ഉപ്പിട്ട് വെള്ളം കാലിൽ തിളപ്പിച്ച് പിടിപ്പിച്ച് അത് തുടച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ച്, അമ്മ എൻ്റെ ഈ കാലുവേദന മാറിയില്ലെങ്കിൽ എനിക്ക് പണിയെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഒരു 6-7 മാസത്തോളം ഞാൻ ഇരിക്കാനും കിടക്കാനും മേലാത്ത അവസ്ഥയെ ഞാൻ അനുഭവിച്ചായിരുന്നു. അതിൽ നിന്നും എനിക്ക് വിടുതൽ കിട്ടി. അതുപോലെ എനിക്ക് 1 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു മൈഗ്രെയിനായിരുന്നു. പ്രഷർ കൂടുമ്പോഴെല്ലാം എനിക്ക് ഈ തലവേദന ഉണ്ടാകുമായിരുന്നു. തലവേദന ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും കാണാനും കേൾക്കാനും മേലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്നും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും പിന്നീട് ഞാൻ അത് കഴിക്കാതെ ഒരു 6-7 മാസം മിച്ചം ഞാൻ ഈ ഉപ്പും തൈലവും മാത്രം കൊണ്ട് പുരട്ടി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിത് മാറ്റിത്തരാൻ വേറെ ആരുമില്ല, എനിക്ക് ആശുപത്രി പോകാൻ പറ്റത്തില്ല, ആശുപത്രി പോകേണ്ടതിൻ്റെ കാര്യമില്ല, എൻ്റെ അപ്പനും അമ്മയും കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ ആരെ തേടിയാണ് പോകേണ്ടത്, നിങ്ങൾ സാധിച്ചു തന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞാണ് ആ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് മാത്രമാണ് എനിക്ക് ഈ മൈഗ്രെയിൻ മാറി കിട്ടിയത്. അതുപോലെ തന്നെ ജപമാല റാലിയിൽ വരാൻ എനിക്ക് സാധിച്ചു. ജപമാല റാലിയിൽ ഞാൻ ആദ്യ പ്രാവശ്യം ഞാൻ വന്ന് 2023 ഞാൻ വന്നപ്പം ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ വന്നില്ല. 2024 വന്നപ്പോഴും വിളിച്ചപ്പോൾ വന്നില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പം ചേട്ടൻ എന്തായാലും വരാമെന്നും പറഞ്ഞ് ചേട്ടനും പിള്ളേരും വന്ന്, അവർ വന്നതൊന്നും പറയുന്നില്ല, അവരില്ലാത്തതുകൊണ്ട് ചേട്ടൻ വന്നു. ഞങ്ങൾ 2 പേരുടെ ജപമാല റാലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാൻ അമ്മ മാതാവിനെ വലിയൊരു രൂപത്തിൽ ഞാൻ കണ്ടു, എനിക്ക് കാണാൻ സാധിച്ചില്ല, പക്ഷേ എൻ്റെ ചേട്ടൻ കണ്ടു. ഞങ്ങൾ 2 പേരുടെ അങ്ങനെ ജപമാല റാലി വന്ന് സന്തോഷമായി തിരിച്ചുപോയി. എല്ലാ ദിവസവും തന്നെ ഞാൻ മുടക്കാൻ വരുത്താറില്ല. ഞാൻ കഴിവതും എല്ലാ ദിവസവും തന്നെ ഞാൻ പള്ളിയിൽ പോവും. 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളുകയും മറ്റുള്ളവർക്ക് സഹായങ്ങളായി ചെയ്യാൻ പറ്റുന്നത് പോലെ എല്ലാം തന്നെ എന്നാലാവും വിധം ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ വൃദ്ധസദനങ്ങളിൽ പോകാറുണ്ട്. ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടിയായിട്ട് പോകും. അവിടെ വസ്ത്രങ്ങളായിട്ടും പൈസയായിട്ടും ആഹാരമായിട്ടും കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന കഴിവ് പോലെ ചെയ്യും. അതുപോലെ മരുന്നുകൾക്കാണേലും ആര് പറഞ്ഞാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. ഈശോയ്ക്കും അമ്മയ്ക്കും ഇത്രയേറെ അനുഗ്രഹം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ മരണം വരെയോളം എൻ്റെ അമ്മയുടെയും അപ്പായുടെയും കൂടെ തന്നെ ജീവിക്കാനാണ് എൻ്റെ ആവശ്യം. ഞാൻ എൻ്റെ നിയോഗമായിട്ട് ഞാനൊന്നും തന്നെ ഞാൻ വയ്ക്കാറില്ല. ഞാൻ എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. എൻ്റെ കൂട്ടുകാരൊക്കെ ഒത്തിരി വേദന അനുഭവിക്കുന്നവരാണ്. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നും ഈ നിയോഗം 5ഉം അവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ ആൾക്കാരെന്ന് പറയണം, അമ്മ എനിക്കിത് ഇനിയും ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും, അവരെ കൂട്ടിക്കൊണ്ട് വരുവാനും എനിക്ക് സാധിച്ചു തരണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും.